നാം തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം, പ്രഥമ ദർശനത്തിൽ തന്നെ നമ്മൾ തമ്മിൽ അഗാധമായി അങ്ങടുത്തു. വളരെ അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള പ്രഥമ ദർശന പ്രണയം. The very rare and deepest love in the world ever seen. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കുട്ടിയൊന്നും പറഞ്ഞില്ല. നാണം പെൺകുട്ടികൾക്കൊരു അലങ്കാരമാണ്. പക്ഷേ ഓവർ നാണം അത്ര നല്ലതല്ല. എങ്കിലും ഈ മുഖത്ത് വിരിയുന്ന നാണം അതെത്ര ഓവറായാലും എനിക്കത് സുന്ദരമാണ്. ഒരു വാക്ക് പറയൂ. ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെന്ന് പറയൂ. പറയൂ, പറയടി കള്ളി. എന്താ വീട് പൊട്ടിയത്? എന്താ ഒച്ച കേട്ടത്? ഇനി അവന്റെ മേലെ എപ്പോഴും നിന്റെ ഒരു കണ്ണുണ്ടായിരിക്കണം. അവൻ ഭ്രാന്തരായിക്കൊണ്ടിരിക്കടാ. നീ വിഷമിക്കണ്ട, നമുക്ക് അവനെ ചങ്ങലിക്കണം. എനിക്കടാ എണീറ്റ് വാടാ. രാവിലെ തുടങ്ങിയ കളിയാണല്ലേ. ചേച്ചിക്ക് ഒരു കമ്പനി കൊടുക്കാൻ. ചേച്ചിക്ക് ഞാൻ കമ്പനി കൊടുത്തോളാം. പോയി റെസ്റ്റ് എടുക്ക്. എന്താന്നറിയില്ല, ഭയങ്കര മെന്റൽ ടെൻഷൻ. മായിക്കുണ്ടോ അത്? ഉണ്ടല്ലേ. ടെൻഷൻ ഉള്ളപ്പോ ഇതുപോലുള്ള ഗെയിംസിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. മൈൻഡ് വളരെ ഫ്രീ ആയി കിട്ടും. അതാണ് ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ ഒരു വിജയം. അവർക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. അഥവാ ഇത്തിരി ടെൻഷൻ വന്ന് ഉടനെ തന്നെ ഒരു പെൺകുട്ടിയെയും വിളിച്ച് നേരെ കേരളത്തിൽ വന്ന് കോവളത്ത് ഒരു റൂം എടുക്കും. അതോടെ കംപ്ലീറ്റ് റിലാക്സ്. അതാണ് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലുള്ള ഗുണം. നമുക്കും അങ്ങനെ ആയാലോ മായ. ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, കോവളത്ത് റൂം. എന്താ വിളിച്ചതാ? ബെന്നി പറയായിരുന്നു കൂടെ കളിക്കാൻ ഒരു കമ്പനി കിട്ടിയിരുന്നെങ്കിലെന്ന്. എനിക്ക് ബോറടിച്ചു ചേച്ചി. ഞാനിരിക്കാലോ. ബെന്നി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞ പോരെ. ബെന്നി ചേട്ടനോ? അതെങ്ങനെ? അയ്യോ 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 ബെന്നി ചേട്ടാ, എനിക്ക് കുഞ്ഞുനാള് മുതലേ നിരകളി വലിയ ഇഷ്ടമാ. ചേട്ടനോ? തീരെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലേ? എടപ്പള്ളി സിസ്റ്റർ ഒറ്റയ്ക്കിരുന്ന് നിര. അയ്യോ അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ. നീ എന്താണ് ഈ കാണിക്കുന്നത്? എടാ ഇപ്പൊ ഉറപ്പായി നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് നഷ്ടപ്പെട്ടോണ്ടിരിക്കടാ. ഈ കാലത്തും വൈകിട്ടും ചോരം കെട്ടിക്കൊണ്ട് പ്രാന്താശുപത്രി കയറി ഇറങ്ങണല്ലോ ടീച്ചറാ. പോയോ? കൊലപാതകത്തിന് സമാനം പറയേണ്ടി വരുമോ? പത്രത്തിൽ എന്തോ ഉണ്ട് വിശേഷം? മധു, പത്രത്തിൽ തലവ് വാർത്ത ഫോട്ടോ ഒക്കെ ഉണ്ട്. കൂടുതൽ വെള്ളത്തിലിട്ട് ഒറ്റ അടിയങ്ങ് വെച്ചേരും പറഞ്ഞേക്കാ. അയ്യോ എന്റെ ഇന്ദിരാദേവി ഇടപ്പള്ളി സിസ്റ്റർ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. കളി തമാശ പറയാൻ ഞാൻ നിന്റെ കളിച്ചങ്ങാതിയാ. ഇത്ര എരണം കെട്ട വർത്താനം പറഞ്ഞ. മധു, നമ്മളിവിടെ എത്തിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നിങ്ങൾക്ക് ഇതെല്ലാം ഒരു തമാശ പോലെയാ. ശുഭയെ കുറിച്ച് എനിക്ക് വിചാരമില്ലെന്നാണോ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മായ പറ. അങ്കിളിനെ കണ്ടു ഉണ്ടായതെല്ലാം പറഞ്ഞാലോ? ആഹാ, നല്ല ഐഡിയ. ശുഭയില്ലാതെ അങ്ങോട്ട് ചെന്നാലേ എന്നെയൊക്കെ പിന്നെ മോർത്തിൽ വിളിക്കാനേ കൊള്ളാം. അത് പിന്നെ ഇപ്പോഴും അതിനെ കൊള്ളൂ. ഇമോഷനായിട്ടോ പരസ്പരം പഴിചാരിട്ടോ ഒരു കാര്യമില്ല. ഒന്നോർത്താ ഞാനും നിനക്ക് കാരണക്കാരൻ. ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാ. ഏതായാലും കുളിച്ചു, ഇനി തുടച്ചിട്ട് കേറാം. കുളിക്കുന്നതും തുടയ്ക്കുന്നതൊക്കെ കൊള്ളാം. ഞാനൊരു കാര്യം പറയാം. ഏതെങ്കിലും ഏടാകൂടത്തിൽ പോയി ചാടുന്നതിന് മുമ്പ് ഒരു പരിഹാരം കാണുന്ന ബുദ്ധി. ഇടപ്പള്ളി ചേച്ചി ഒന്ന് രണ്ട് ബുദ്ധി ഇങ്ങോട്ട് പറഞ്ഞതാ. എന്തോ ബുദ്ധി? നമുക്ക് അവറാച്ചനങ്ങളിൽ വിളിച്ച പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞാലോ? എന്താ ഫോൺ ആരും എടുക്കുന്നില്ല. ഹലോ ഹലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പോകാം.